അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല വൈകിട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ നേരെ വൈകിട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് എന്തൊക്കെയോ ഒരു ഇടങ്ങാറും വേജാറൊക്കെ. അമ്മ ഞാൻ അവിടെ ഇരിക്കുന്നില്ല, എന്നെ കൊണ്ടാക്കിയാട്ട് എന്നൊക്കെ പറയാണ്. ഉമ്മാനെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കേ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവേ, എന്തേലും വേണം. അപ്പോൾ അമ്മക്ക് ഗുളിക കുടിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഗുളിക കുടിക്കണില്ല, ഗുളിക കുടിച്ചാൽ വയറ് ഇതാവുകയാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് എന്താ പറയുക, പെരുന്നാൾ ഇങ്ങനെയൊക്കെ കണ്ട് കഴിഞ്ഞെന്നറിയാം. അപ്പോൾ പെരുന്നാൾക്ക് തന്നെ ഇങ്ങനെ ഉണ്ട് പറയുന്നത്. എന്തൊക്കെ തോന്നാണ് ഉമ്മാക്ക്, പേടിയാവുകയാണ്, വീഴാൻ പോവുകയാണ്. എന്തൊക്കെയോ മനസ്സിൽ ഇടങ്ങേറ് തോന്നുകയാണ്. ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിന്ത വരികയാണ്. അപ്പോൾ അതിൻ്റെ മരുന്ന് കുടിക്കാത്ത കാരണമാണ് ഉമ്മാക്ക് ചിന്ത വരുന്നത്. അപ്പോൾ വിഷമിടുകയാണ് അങ്ങനെയൊക്കെ പറയുകയാണ്. അങ്ങനെയൊക്കെ തോന്നുകയാണ്, അതിന് തോന്നലാണ്, അതിൻ്റെ മരുന്നും കൂടിയും കുടിക്കാനിട്ട് തോന്നുകയാണ്. ഞാൻ പറഞ്ഞു ഉമ്മാക്ക് തോന്നാണ്, ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ടാണ് എന്നൊക്കെ. അപ്പം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കല്ലേ, അപ്പം അതിന് ഓരോരിടങ്ങേറ് തോന്നാണ് മനസ്സിലേക്ക്. അപ്പം അതിൻ്റെ മരുന്ന് നിർത്താൻ പാടില്ല, മരുന്ന് കുടിച്ചാൽ ഇതാവുള്ളൂ. പിന്നെ പ്രായമായതല്ലേ, അങ്ങനെയുള്ള മരുന്നുകളൊന്നും എഴുതൂല, അല്ലാണ്ട് ക്ഷീണമുള്ള മരുന്നൊന്നും എഴുതൂല. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ചിന്ത വരികയാണ്. പെരുന്നാളിനെ ഇറച്ചി കൊടുന്നപ്പോൾ പിന്നെ ഒക്കെ മണമാണ്, വിഷമാണ്. അപ്പം അതിപ്പോൾ ഒരു പ്രശ്നമായി. അത് എല്ലാ പെരുന്നാൾക്കും ഉള്ളതാണ്, ഇറച്ചി കിട്ടി കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ വീണ്ടും തുടങ്ങി. ഇവിടെ ചോറിനുണ്ട് കേട്ടോ, ഓട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റ് വെച്ചിരിക്കാൻ ഞാൻ ബാത്റൂമിലേക്ക് പോയി. ഉമ്മച്ചി ബാത്റൂമിൽ പോയി. അപ്പോൾ ഇങ്ങനെ ഓരോ ഇടങ്ങേറാണ് മനസ്സിൽ. എന്താ ഓട്ടപ്പര പറഞ്ഞ മാതിരി ഒരു തലയില്ല. ഇനിയിപ്പോൾ ഇനിയും പോകണം, വണ്ടിക്കൊക്കെ ഒരു സംഖ്യ വേണം. അല്ലെന്ന് എന്താണ് കാലിൻ്റെ മുകളിൽ ഓരോരോ ഇടങ്ങേറ് മനസ്സിലേക്ക് ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കുകയാണ്. അപ്പം ചിന്തിക്കല്ലേ തന്നെ, കുട്ടികളായിട്ട് ചെറിച്ചും കളിച്ചിരുന്നാൽ മതി. നിങ്ങൾക്ക് തോന്നുകയാണ് മനസ്സിൽ വേജാറ് വരികയാണ്, ഗുളിക കുടിക്കാനിട്ട. നിങ്ങൾ ഗുളിക നിർത്തി, നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ? നാളെ പോവാ ഡോക്ടറെ അടുത്തേക്ക്, യാർത്തിങ്ങലോ പുത്തമ്പള്ളിയോ ഒക്കെ പോയി നോക്കാം എന്താണ് ഇങ്ങനെ തോന്നുന്നത്. ഒഴിവുണ്ടോന്ന് ചോദിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ നാളെ പോവാം. അതല്ല നിങ്ങൾ പുത്തമ്പള്ളിക്ക് പോണെന്ന ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഞായറാഴ്ച ഉണ്ടാവൂല, നാളെ പോവാന്ന്. ഞാൻ നോക്കുവാണ്ട്, ഞാനല്ലാതെ പിന്നെ ആരെങ്ങളെ നോക്കാനുള്ളത്? ആരാ നോക്കുക?
അങ്ങനെയല്ലേ കഴിഞ്ഞിന്ന് അവങ്ങൾക്ക് മനസ്സിലിങ്ങനെ തോന്നാണ്. ആരും അങ്ങക്ക് തോന്നാണ് കൊതുക് കടിച്ചിട്ടാ. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലേക്ക് തോന്നാണ് ഞങ്ങളൊക്കെ ഇതിനുള്ളിൽ നീ വെള്ളമല്ല കുടിക്കണേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാണ്. ഇപ്പം എന്താ ചെയ്യുക? നിങ്ങൾ ഗുളികയും മരുന്ന് കുടിച്ചാൽ മതി, ഷുഗറിൻ്റെ ഗുളികയും. നിങ്ങളെ ഷുഗറിൻ്റെ മരുന്ന് നിങ്ങൾക്ക് കുടിക്കാൻ വയ്യ, പ്രായത്തിന് മരുന്ന് അങ്ങനത്തെ മരുന്ന് എഴുതുന്നില്ലല്ലോ ഓലിപ്പോൾ. അപ്പോൾ ഡോക്ടർ എന്തായാലും വഴി വെച്ചു തരും. അല്ലാതില്ല അല്ലേ? അന്തമ്മ അങ്ങനെ ഈ ഓലിയത്തിൻ്റെ ഇറച്ചിയാണുമ്പോൾ എന്താ? ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഇവിടെ കഴുകിയിട്ടുമില്ല. ഞാൻ ഇതാ ഉണ്ടാച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. ഈ രാജ്യമാരിയല്ലമ്മ അവിടെ ആരും നോക്കൂല. പിന്നെ ഈ പ്രായങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഒറ്റക്ക് കടന്നിട്ട് ആരും നോക്കൂല. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതല്ലല്ലോ, ആരും നോക്കുക? ഇങ്ങോട്ട് തുറന്നിട്ട് എന്താന്ന് അഹമ്മദാക്കാറിന് ഓലക്ക് തന്നെ എങ്ങനെ കഴിയുന്നത്? പണിയില്ല, ഒന്നുമില്ല, മക്കളെ ആശ്രയിച്ചിട്ടാണ്. നിങ്ങളെങ്ങനെ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാണ് മനസ്സിലേക്ക് ആലോചിച്ചിരുന്നിട്ടാ? ഇപ്പം അത് എത്തിച്ചിട്ട് ഹയറാണ്, ഒരു ജോലി ഉണ്ട്, ഉള്ള വെള്ളം കൊടുന്ന് നോക്കി കുടിച്ചാൽ മതി. ആ കുട്ടികളെ ചെറിയും കാണിയും കണ്ടിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾക്ക് ഒരു പണികളൊന്നും ചെയ്യണ്ട. അവനവൻ്റെ ഇതിന് മാക്സിക്കാണെങ്കിൽ മാക്സി, മരുന്നിനാണെങ്കിൽ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മരുന്ന് വല്ല നിങ്ങൾ കുടിക്കണില്ല, എന്തെങ്കിലും എടുത്ത് മേടിച്ചിട്ട് നിങ്ങളെ കയ്യിൽ തന്നിട്ട് അതാണ് പിന്നെ തരാത്ത കയ്യിലേക്ക്. ഇപ്പം എന്താ പിന്നെ അങ്ങനെ ഇതായിട്ട് നിങ്ങൾക്ക് മനസ്സിലേക്ക് പൊരിച്ചിൽ തോന്നാണ്. അതൊക്കെ ഉണ്ട്. ഒറ്റക്ക് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിനെ എല്ലാവർക്കും തോന്നും, അതേമാതിരിക്ക് തോന്നുക. അതിന് നിങ്ങൾ മരുന്ന് ഇപ്പോൾ ഡോസിനുള്ള ഗുളിക ഓർക്കുളിക ഒന്നും ഒരു പ്രായമായിരിക്കും എഴുതണില്ല. പക്ഷെ മനസ്സിലേക്ക് ചിന്ത വരികയാണ്, പൊരിച്ചിൽ വരികയാണ്. എനിക്ക് മനസ്സിലാവാനിട്ടല്ല. പിന്നെ എന്താ അമ്മ ഇനി ചെയ്യുക? ഇവിടെ ഇങ്ങനെ ഇരുന്നാലും പറ്റുമോ? എന്നിട്ട് കച്ചവടത്തിന് പോവാം. അന്നേരം മൊത്തം ഞാൻ മൂട്ട പൊരുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിന് മതി വിഷപ്പെട്ട് എന്തിനെ ഇടങ്ങളാക്കണേ? ഇപ്പോഴൊന്നും മനസ്സിലാവുന്നില്ല. ചിരിക്കും. തീരാ വണ്ടിയോ മൊത്തം ഉണ്ടായിരുന്ന കഴിച്ച് അങ്ങനെ ഇതാക്കും. എന്തെന്ന് ഒത്ത് പൊരിക്കുന്ന വിശത്ത് പാട്ടുണ്ടോ? അത് പൊരിക്കോളാം. ആ വിഷം പിന്നെ പൊരിച്ച അധ്യായിക്കും. ഞാൻ പൊരിക്കോളാം. ഞാൻ കണ്ടില്ല ഈ വണ്ടി പോകുമ്പോൾ അത് പോവുക. ഇന്നലെ കഴിഞ്ഞോ? നമ്മെ പറ്റില്ല. പിടിക്കാൻ കൊണ്ടിട്ട് ഇന്നലെ പറഞ്ഞിട്ടിരിക്കണം. വണ്ടിക്കൂടി ഞാൻ പോയിക്കോളാം. എന്നെ കൊണ്ടാക്കി തന്നാളെ.
ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാക്കുകയാണ്. അപ്പുറം കൂടുതൽ കാട്ടില് ഇവിടെ എൻ്റെ വാപ്പൊന്നും വരുന്നില്ല. പിന്നെ ഇതാക്കാൻ പറ്റാ ഒരാ കാട്ടിൽ കഴിഞ്ഞിട്ട് ചണ്ടിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മുകളിൽ ഇറക്കാൻ കഴിയിട്ട് ഒരത്തിക്കുറ്റമായി കയറിയിട്ട് കൊടുക്കും കളിപ്പിക്കും. പതിനാറ് നാളിന് തനിക്ക് ഇനി പതിന മക്കളെ കൊണ്ടു വേണം. അത് കഴിഞ്ഞാൽ വാക്കിങ് ഞാൻ പിന്നെ വയസ്സ് വാക്കിങ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഞാനും പോയി നോക്കാം. കഴിക്കാൻ ആദ്യം തൊട്ട് മുടി വരെ തലയിൽ മുടി എന്താണ് അരിപ്പൊടിയോ മുളകും പൊടിയോ എന്തൊക്കെ ആവശ്യത്തിട്ട് വെള്ളം മുളക് കുടിക്കാനില്ല. പൈപ്പിൽ കൂടി വെള്ളത്താക്കിയിട്ട് അകത്ത് ഇരിക്കുന്നു. വെള്ളം അത് അതിൽ പാരാൻ കഴിയാതെ എന്തിനും ഇറങ്ങാക്കണില്ല. ഒക്കെ ഇങ്ങനെ ചെയ്തു അതിന് കുഴപ്പമില്ല. അപ്പോൾ കൂട്ടുകാരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അപ്പോൾ തിരക്കിൽ വീഡിയോ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.